മരണപ്പെട്ടവർക്ക് വേണ്ടി യത്തീംഖാനയിൽ ഭക്ഷണം കൊടുത്ത് ആ നന്മ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുന്നത് നല്ലതല്ലേ? അതിൻ്റെ കൂടെ അവിടുത്തെ കുട്ടികളോടും മറ്റും ഖുർആൻ പാരായണം ചെയ്ത് അഥവാ ഖത്തം ഓതി ദുആ ചെയ്യിക്കുന്നതിൻ്റെ വിധി എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിച്ച ആളുകൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സ്വതക്ക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥന അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരിച്ച ആളുകൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ മരിച്ചവർക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ മരിച്ച ആളുകൾക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം. പ്രത്യേകിച്ച് യത്തീംഖാനകളിലും മറ്റുമൊക്കെയുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ മതസ്ഥാപനങ്ങൾ, അവിടെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന, ദീനി വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കുട്ടികളുണ്ടാവും. പള്ളി ദർസുകളിൽ ആകട്ടെ, അതേപോലെ തന്നെ അറബി കോളേജുകളെപ്പോലുള്ള ശരിയാ കോളേജുകളെപ്പോലുള്ള സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ആ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ എൻ്റെ വാപ്പക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം, എൻ്റെ ഉമ്മക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തിലാവുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും. പോരാത്തതിന് അവരുടെ കൂടി പ്രാർത്ഥന കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ നിങ്ങൾ നമസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണമെന്ന് പറയാം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ അർഹമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളായിട്ട് എന്തും ചെയ്തിട്ട്, ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ഒരു സൽക്കർമ്മമാണല്ലോ, ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക എന്നതല്ല. അവർ ഖുർആൻ ഓതുന്നു, ആ ഖുർആൻ ഓതിയത് മുൻനിർത്തിയിട്ട് പഠിച്ചോനെ അള്ളാഹു നിൻ്റെ മാർഗ്ഗത്തിലാണ് ഞാൻ ഈ ഖുർആൻ പാരായണം ചെയ്തത്, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം, ഈ സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് നീ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഒരു കുട്ടിക്ക് പറയുന്നതിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതൊരു തവസ്സുലാണ്. അനുവദിക്കപ്പെട്ട തവസ്സുലുകളിൽപ്പെട്ടതാണ് സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് വേണ്ടിയല്ല ഇവർ ഓതുന്നത്, മറിച്ച് അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഓതുന്നു. ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ശരിയായ രൂപമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാഹു അലം. അവിടെയുള്ള കുട്ടികളെ കൊണ്ട് ഖത്തം ഓതിപ്പിക്കുക എന്നുള്ളതും ഒരു പതിവുണ്ട്. കുട്ടികൾ ഓതിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഖത്തം ഓതുന്നത് ഇയാൾക്കും വേണ്ടിയിട്ടാകരുത്. ഖത്തം ഓതുന്നത് ആ കുട്ടികൾക്കും വേണ്ടിയിട്ട്, പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുക എന്ന് പറയുന്നത് പുണ്യമായ കാര്യമാണ്. ആ കുട്ടികൾ അവർക്ക് വേണ്ടി അവർ എന്ത് ചെയ്യട്ടെ, സൽക്കർമ്മം ചെയ്യട്ടെ. ആ സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ പാടുള്ളൂ. അതല്ലാതെ ഇയാൾക്കും വേണ്ടിയിട്ട് ഖുർആൻ ഓതുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദീനിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ സ്വതക്ക കൊടുത്താൽ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ അവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് കിട്ടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല. അല്ലാഹു അലം. ബറക്കല്ലാഹു ഫീക്കും. ഏതായാലും അൽഹംദുലില്ലാ വളരെ വ്യക്തമായ മറുപടിയാണ്.